പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഉപ്പള ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മുമ്പിലാണ്. ഇത് ഞാൻ പഠിച്ച സ്കൂളാണ്. മംഗൽപാടി ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡിലാണ് ഈ സ്കൂൾ നിൽക്കുന്നത്. ഈ സ്കൂളിൻ്റെ ചുറ്റുമതിൽ നിങ്ങൾക്ക് കാണാം. ഞാൻ ജില്ലാ പഞ്ചായത്ത് അംഗം ആയതിനു ശേഷമാണ് ഈ മനോഹരമായ ചുറ്റുമതിൽ ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. 5 ലക്ഷം രൂപയാണ് ഇതിനു വേണ്ടി ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചിട്ടുള്ളത്. ബാക്കി വികസന പ്രവർത്തനങ്ങൾ നമുക്ക് അകത്തു ചെന്ന് കാണാം. ഇത് എൻ്റെ വിദ്യാലയത്തിലെ കഞ്ഞിപ്പുരയാണ്. ഈ കഞ്ഞിപ്പുരയിലേക്ക് ജില്ലാ പഞ്ചായത്തിൽ നിന്നും 5 ലക്ഷം രൂപയാണ് ഈ സ്റ്റീൽ കുക്കറിന് വേണ്ടി അനുവദിച്ചിട്ടുള്ളത്. ഈ സ്റ്റീൽ കുക്കർ എന്ന് പറയുന്നത് അപൂർവം ചില സ്കൂളുകൾക്ക് മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. അങ്ങനെ അനുവദിച്ച ഒരു സ്കൂൾ, എൻ്റെ ഡിവിഷനിലെ ഏക ഒരു വിദ്യാലയം എന്ന് പറയുന്നത് ഉപ്പള ഹയർ സെക്കൻഡറി സ്കൂൾ. ഇതെങ്ങനെയൊക്കെ ഈ പാചകം കാര്യങ്ങളൊക്കെ സുഖമാണോ അല്ല അന്നത്തെ വിറവാണ്? ജില്ലാ പഞ്ചായത്തിൽ നിന്നും 10 ലക്ഷം രൂപയിലേക്ക് അനുവദിച്ച വളരെ മനോഹരമായ ടോയ്ലറ്റ്. ഇത് നമ്മളെ സ്കൂളിലെ ചെറിയ കുട്ടികൾ പഠിക്കുന്ന, ഇത് 3ാം ക്ലാസ്സാണ്. ഞങ്ങളുടെ ക്ലാസ് എത്ര മനോഹരമാണ്. ചിത്രങ്ങൾ വരച്ചു. കുട്ടികൾ ഇരിക്കുന്ന ബെഞ്ച്, ഡെസ്ക് ഒന്ന് നോക്കിയാൽ മതി. ഇവിടുത്തെ CBSE കുട്ടികളെക്കാളും ക്ലാസ്സിനേക്കാളും ഏറ്റവും മനോഹരമായിട്ടാണ് ഇവിടെ. എങ്ങനെയാണ്? ഹാപ്പിയാണോ? ക്ലാസ് എങ്ങനെയാണ്? ഹാപ്പിയാണ്. നമ്മളുടെ സ്കൂളിലെ വരാന്ത പോലും ടോയ്ലറ്റുമായി മെയിൻ്റനൻസ് ഫണ്ടുകൾ അനുവദിച്ച് അകത്തും പുറത്തും നമ്മളുടെ 1ാം ക്ലാസ്സിലെ കുട്ടികളുടെ ക്ലാസ് റൂമാണ്. എത്ര മനോഹരമായ ബെഞ്ചും ഡെസ്കും. ചിത്രങ്ങൾ വരച്ചു. കുട്ടികൾക്ക് കാർട്ടൂണൊക്കെ ഉണ്ടാക്കി. കുട്ടികൾക്ക് പ്രത്യേക ഷെൽഫ്, കുട്ടികൾക്ക് ചിത്രങ്ങൾ കാണിക്കാനും പുതിയ ആധുനിക കാലഘട്ടത്തിലെ ക്ലാസ് റൂമാണ്. ഇവിടെ പ്രൊജക്ടറാണ്. ഇവിടെ കുട്ടികൾക്ക് 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പ്രൊജക്ടർ. നമ്മൾ പഠിക്കുമ്പോൾ 10ൽ പോലും പ്രൊജക്ടർ ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ 1ാം ക്ലാസ്സിൽ കുട്ടികൾക്കടക്കം പ്രൊജക്ടർ വെച്ച്. ഇതെൻ്റെ ഡിവിഷനിലെ എല്ലാ സ്കൂളുകളിലെയും അവസ്ഥ ഇത് തന്നെയാണ്. LP UPയിലെ കുട്ടികൾ കളിക്കുന്നത് ഇവിടെയാണ്. ഈ കാണുന്ന പഴയ ബിൽഡിംഗ് അടക്കം പൊളിച്ചു മാറ്റാൻ വേണ്ടി തീരുമാനമെടുത്തിട്ടുണ്ട്. ഇനി ഭാവിയിൽ ഇവിടെ മനോഹരമായ കുട്ടികൾക്കൊരു കളിസ്ഥലം LP UPയിലെ കുട്ടികൾക്ക് വരാൻ പോകുന്നതാണ്. ഇതൊരു ടോയ്ലറ്റാണ്. നിങ്ങൾ കണ്ടു നോക്കി, എത്ര മനോഹരമായ ടോയ്ലറ്റാണ് കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ വിജയിച്ചതിന് ശേഷം ഞാൻ കണ്ട ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഇരിക്കാൻ ബെഞ്ചും ഡെസ്ക് കൊടുക്കുക എന്നതാണ്. ഈ വിദ്യാലയത്തിൽ മാത്രമല്ല, എൻ്റെ ഡിവിഷനിലുള്ള മുഴുവൻ വിദ്യാലയത്തിലും എല്ലാ വർഷവും കൃത്യമായി പുതിയ ബെഞ്ച് ഡെസ്ക് അനുവദിക്കും. എത്ര ക്വാളിറ്റിയുള്ള ബെഞ്ച് ഡെസ്കുകൾ. സ്കൂളിലെ ഓഫീസ് റൂമാണ്. ഇരിക്കാൻ വേണ്ടി നല്ലൊരു ചെയർ നമ്മൾ അനുവദിച്ചിട്ടുണ്ട്. ഇത് 1ൽ കൂടുതൽ ചെയറുകൾ അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രതിഭകളായ നമ്മളുടെ വിദ്യാർത്ഥികൾ അവർക്ക് ലഭിക്കുന്ന അവരുടെ ട്രോഫികൾ അത് വെക്കാൻ വേണ്ടി ട്രോഫി സ്റ്റാൻഡ്, അതുപോലെ അലമാരകൾ പുതിയതായി സ്കൂളിലേക്ക് അനുവദിച്ചിട്ടുണ്ട്. ടേബിൾ, നമുക്കറിയാം ഈ പരിസരത്തുള്ള ഏറ്റവും നല്ല ഒരു സർക്കാർ സ്കൂൾ ഏതെന്ന് ചോദിച്ചാൽ അത് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഉപ്പള ഹയർ സെക്കൻഡറി സ്കൂൾ തന്നെയാണ്. പുതിയ കെട്ടിടം നമ്മളെ സ്കൂളിൽ എൻ്റെ ഒരു കാലഘട്ടത്തിൽ കൊണ്ടുവന്നതാണ്. ഒരു ഏകദേശം ഇവിടെ ഈ കെട്ടിടം നിർമ്മിക്കുമ്പോൾ 30 ലക്ഷം രൂപയാണ് ഈ ബിൽഡിങ്ങിന് വേണ്ടി അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. ആ ബിൽഡിങ്ങും പരിസരം ഒന്ന് നോക്കാം. മനോഹരമായ ബിൽഡിങ്ങാണ്. അതിൻ്റെ മുറ്റമൊക്കെ എനിക്ക് കാണാൻ സാധിക്കും. ഉപ്പള സ്കൂളിൻ്റെ ഒരു ലെവൽ തന്നെ മാറ്റിയിരിക്കുകയാണ്. ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ ഓരോന്നായി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 5 ലക്ഷം രൂപയിലേക്ക് അനുവദിച്ച സയൻസ് ലാബിലേക്കുള്ള കുട്ടികൾക്ക് വേണ്ടി അനുവദിച്ച മെറ്റീരിയലാണ് ഇവിടെ ഉള്ളത്. സയൻസ് ലാബിൻ്റെ ഉപകരണങ്ങളാണ് ഇവിടെ കാണുന്നത്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ ജീവിതത്തിലാണ് ആ കുട്ടി എന്ത് ആകണമെന്നുള്ള ആഗ്രഹം ആ കുട്ടി പ്രകടിപ്പിക്കുന്നത്, സ്വപ്നം കാണുന്നത്. ആ സ്വപ്നം കാണുമ്പോൾ ആ കുട്ടിയുടെ സ്വപ്നത്തിന് ചിറക് വെക്കാൻ വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പും ഞാൻ ഈ ഉപ്പള ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് കെമിസ്ട്രി പഠിക്കാൻ, ബയോളജി പഠിക്കാൻ അതിനുള്ള എല്ലാ സാഹചര്യവും ഇതിൻ്റെ അകത്ത് ഒരുക്കിയിട്ടുണ്ട്. ഇത് ഉപ്പള സ്കൂളിലെ സയൻസ് ലാബാണ്. ഉപ്പള ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഞാനുള്ളത്. ഈ 2 ലക്ഷം രൂപ അനുവദിച്ച് നല്ല ചുറ്റുമതിലും അതിലേക്കുള്ള എൻട്രൻസും. ഈ ഗ്രൗണ്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയതിനു ശേഷം, ഞാൻ ഈ സ്കൂളിൽ പഠിച്ച ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്കറിയാം, പാറകൾ മുളച്ച ഒരു ഗ്രൗണ്ടായിരുന്നു ഇവിടുത്തെ ഗ്രൗണ്ട്. ആ ഗ്രൗണ്ട് പാറകളൊക്കെ ചെത്തിയെടുത്ത് മനോഹരമായ ഒരു ഗ്രൗണ്ടും. എന്നാൽ പരിമിതികൾ ഒരുപാടുണ്ടെങ്കിലും, പ്രയാസങ്ങൾ ഒരുപാടുണ്ടെങ്കിലും, പ്രശ്നങ്ങൾ ഒരുപാടുണ്ടെങ്കിലും
എന്നാലും ഒരു കുട്ടികൾക്ക് ഒരു കളിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് ഈ ഗ്രൗണ്ട് 10 ലക്ഷം രൂപ ഉപയോഗിച്ച് ചെയ്തതാണ്. അതിനോടൊപ്പം ചെയ്തതാണ് സ്റ്റേജ്, കുട്ടികൾക്ക് ഇരിക്കാനുള്ള ഒരു സ്ഥലം അവിടെ ചെയ്തിട്ടുണ്ട്. ഹയർ സെക്കൻഡറി വിഭാഗത്തിലേക്ക് പുതിയ കെട്ടിടം എൻ്റെ ഇടപെടൽ MLAയുടെ ഫണ്ട് അനുവദിച്ച് 1 കോടി രൂപയാണ് ഈ പുതിയ കെട്ടിടത്തിന് അനുവദിച്ചിട്ടുള്ളത്. അത് എത്രയും പെട്ടെന്ന് ഏതാണ്ട് 2 മാസത്തിനുള്ളിൽ ഇത് സ്കൂളിലേക്ക് സമർപ്പിക്കാൻ പറ്റും. സെക്കൻഡറി ക്ലാസ് റൂമാണിത്. ഈ ക്ലാസ് റൂമിൽ എല്ലാ ഫാനുകൾ ഉള്ള ഹയർ സെക്കൻഡറി ക്ലാസ് റൂം, പുതിയ ബെഞ്ച് ഡെസ്ക്, കുട്ടികൾക്ക് അഡീഷണൽ ബാച്ച്. നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ഒരുപാട് കുട്ടികൾ സീറ്റ് കിട്ടാതെ പുറത്ത് നിൽക്കുമ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയെ ബന്ധപ്പെട്ട് MLA മുഖാന്തരം പുതിയ കൊമേഴ്സ് ബാച്ച് സ്കൂളിലേക്ക് അനുവദിച്ചു. സെക്കൻഡറി വിഭാഗത്തിലെ വരാന്തയിലൂടെ നടക്കുമ്പോൾ എത്ര മനോഹരമായിട്ടാണ് വരാന്തകളൊക്കെ ടൈലിട്ട് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ സ്കൂളിൻ്റെ മെയിൻ്റനൻസ് വർക്കിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വർക്കൊക്കെ ഇവിടെ ചെയ്യിച്ചിട്ടുള്ളത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ ഓഫീസ് റൂമാണ് ഈ ഓഫീസ് റൂം. ഇവിടെ നമുക്കറിയാം ഒരു സർക്കാർ സ്കൂളുകളിലെ ഓഫീസ് റൂമൊക്കെ പണ്ട് കാലങ്ങളിൽ വന്നാൽ ഇരിക്കാൻ പോലും ചെയറില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ വളരെ നല്ല മനോഹരമായി ഗസ്റ്റുകൾക്ക് വന്നാൽ അല്ലെങ്കിൽ സ്കൂളിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ആളുകൾ വന്നാൽ ഇരിക്കാനുള്ള കസാലകൾ, ചെയറുകൾ. ഇവിടെ നമ്മളെ കുട്ടികൾ ഒരുപാട് പ്രതിഭകളായ ഒരുപാട് കുട്ടികളുണ്ട്. അവർക്ക് കിട്ടുന്ന സമ്മാനങ്ങൾ സ്കൂളിലാണ് വെക്കാറ്. അവർക്ക് കുട്ടികളുടെ സമ്മാനങ്ങൾ ഇവിടെ വെക്കാനുള്ള ട്രോഫി സ്റ്റാൻഡ്, ഇവിടെ ഫയലുകൾ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി, ഫയലുകളൊക്കെ സൂക്ഷിക്കേണ്ടത് ഒരു വിദ്യാലയത്തിലെ കടമയാണ്. ആ ഫയലുകൾ സൂക്ഷിക്കാൻ ഒരുപാട് അലമാരകളൊക്കെ ഇവിടെ അനുവദിച്ചിട്ടുണ്ട്. കോടാനുകോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് ഉപ്പള ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, ഞാൻ നിങ്ങളെ കാണിച്ചു ഈ ക്യാമ്പസിൻ്റെ അകത്ത് ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ. ഇനിയും ഒരുപാട് ചെയ്യാൻ ബാക്കിയുണ്ട്. തീർച്ചയായും അതൊക്കെ ചെയ്യാനുള്ള ഒരു പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഭാവിയിൽ അതൊക്കെ ഇവിടെ പരിഗണിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുഴുവൻ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ഈ വിഷയവുമായി എനിക്ക് പൂർണ്ണമായി പിന്തുണ നൽകിയിട്ടുണ്ട്. ഇത് എൻ്റെ നാട്ടിലെ, എൻ്റെ വിദ്യാലയത്തിലെ എൻ്റെ കുട്ടികളാണ്. ഇവർ എത്ര ഹാപ്പിയാണെന്ന് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ